ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. അവിടെ നമ്മൾ ഇങ്ങനെ വായിച്ചു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ബട്ട് നോവ ഫൗണ്ട് ഗ്രേസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോർഡ്. നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ രാത്രിയിൽ ഒരു ചോദ്യമാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അല്ലെങ്കിൽ ചിന്താ വിഷയം. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് ബൈ ഗ്രേസ്? ദൈവ കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് പല പദങ്ങളും ഞാനും നിങ്ങളും ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്തെന്ന് പോലും നമുക്കറിയത്തില്ല. കാരണം ഇന്ന് ആത്മീക ഗോളത്തിൽ ഉപയോഗിക്കുന്ന പല വൊക്കാബുലറീസും പദപ്രയോഗങ്ങളും ലൗകിക ഗോളത്തിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി വി ട്രൈ ടു ഗീവ് ദ ഡെഫിനിഷൻ ദാറ്റ് the world would offer to a particular vocabulary. ലോകം കൊടുക്കുന്ന നിർവചനങ്ങളാണ് ഇന്ന് പലപ്പോഴും ആത്മീക കോണത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ തകരാറ്. ഫോർ എക്സാമ്പിൾ, അനുഗ്രഹം ബ്ലെസ്സിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് മെറ്റീരിയൽ ബ്ലെസ്സിങ് മാത്രമാണ്. We try to confine blessing within the walls of materialism. അതിനപ്പുറത്തേക്ക് ഒരു അനുഗ്രഹമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. സാക്ഷ്യമായിട്ട് പോലും ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിൻപിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ചായിരിക്കും ഞാനും നിങ്ങളൊക്കെയും സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത്. അത് അനുഗ്രഹമല്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളുണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ. അതിന് ഉദാഹരണമാണ് ദാവീദ് ഒരു രാജാവായിരുന്നു. ഒരു രാജാവെന്ന് പറയുമ്പോൾ a king personifies all the luxuries, all the comforts, all the wealth, all the pleasures that world could offer to a person. ഒരു രാജാവെന്ന് പറയുമ്പോൾ ലോകം ഒരു മനുഷ്യന് എന്തെല്ലാം നന്മ അല്ലെങ്കിൽ അനുഗ്രഹം അല്ലെങ്കിൽ സമ്പത്ത് കൊടുക്കാമോ അതിൻ്റെയൊക്കെ ഒരു ആൾരൂപമാണ് ഒരു രാജാവെന്ന് പറയുന്നത്. ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം രാജ്യമുണ്ട്, സിംഹാസനമുണ്ട്, ധനമുണ്ട്, ആൾബലമുണ്ട്, സ്വാധീനമുണ്ട്. അവൻ ആഗ്രഹിക്കുന്ന എല്ലാം സാധിക്കും. അങ്ങനെ ഇസ്രായേലിന്റെ രാജാവായിരുന്ന ദാവീദ് ഒരിക്കൽ പാപം ചെയ്ത് ദൈവസന്നിധിയിൽ രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടപ്പോൾ എഴുതിയതായ മസ്മൂറാണ്, പ്രാർത്ഥനയാണ് 51-ാം സങ്കീർത്തനം. അവിടെ നെഞ്ചത്തടിച്ച് വിലപിച്ചുകൊണ്ട് ദാവീദ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. Lord, give me back the joy of salvation. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊക്കെ മനഃപ്പാടമാണ്. നമ്മുടെ ഈസ്റ്റേൺ ട്രഡീഷണൽ ചർച്ചസിന്റെ ഒക്കെയും ലിറ്റർജിയുടെ ഭാഗമാണ് 51-ാം സങ്കീർത്തനം. എന്നാൽ ഒരു പ്രാവശ്യം ഞാൻ ആ സങ്കീർത്തനം വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ദാവീദിനോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു. ദാവീദേ, ലോകം തരുന്ന എത്രയോ സമ്പത്ത് നിന്റെ കയ്യിലുണ്ട്, സ്വാധീനമുണ്ട്, നിനക്ക് രാജ്യമുണ്ട്, സിംഹാസനമുണ്ട്, അധികാരങ്ങളുണ്ട്. ഇനി രക്ഷയുടെ സന്തോഷം പോയെങ്കിൽ അത് പോട്ടെ എന്നങ്ങ് വെച്ചാൽ പോരെ? അതിനുവേണ്ടി ഇങ്ങനെ കരയണമോ? അതിനുവേണ്ടി ഇങ്ങനെ വിലപിക്കണമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചാൽ നിശ്ചയമായും ദാവീദ് ഇങ്ങനെ ഒരു മറുപടി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ലോകം തരുന്ന എല്ലാ സമ്പത്തും ലോകം തരുന്ന എല്ലാവിധമായ സുഖങ്ങളും കൂട്ടിവെച്ചാലും കഴിഞ്ഞ നാളുകളിൽ ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിച്ചു വന്ന രക്ഷയുടെ സന്തോഷത്തിന്റെ ഒരു കൊണിശം പോലും അതാകത്തില്ല. ഒരു രാജാവ് കൊതിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്നറിയാമോ? രക്ഷയുടെ സന്തോഷം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വി നീഡ് ടു ഡിഫൈൻ എവറിത്തിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ വേണം എല്ലാറ്റിനെയും ഒന്ന് വിശകലനം ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ദൈവകൃപ? ഒത്തിരി നമ്മൾ പറയാറുണ്ട് കൃപയാണ് അല്ലേ, എന്നെ ഇത്രത്തോളം നടത്തിയത് കൃപയാ, ദൈവകൃപയാണ്. ബട്ട് ഹൗ ഡു യു ഡിഫൈൻ ഗ്രേസ്? എന്താണ് ദൈവകൃപ? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായി ഇന്നത്തെ ചിന്ത ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. But this will not be a topical message as such, but it will be an expository sermon based on Genesis chapter 6, 7 and 8. ഇതൊരു തലക്കെട്ട് പ്രസംഗമായിട്ടല്ല, മറിച്ച് ഉൽപ്പത്തി പുസ്തകം 6, 7, 8 അധ്യായങ്ങളിൽ നോഹയുടെ ജീവിതത്തിൽ വ്യാപരിപ്പിച്ചതായ ദൈവകൃപയുടെ മർമ്മം എന്ത് എന്ന് വെളിപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.
ഞാൻ വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും ഡിനോമിനേഷനുകളിലും പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അനേകം ദൈവശാസ്ത്രം, പല തിയോളജികൾ ഇന്ന് പ്രഘോഷിക്കപ്പെടുകയാണ്. അതിലൊരു തിയോളജിയാണ് ഗ്രേസ് തിയോളജി, കൃപയുടെ സുവിശേഷം അല്ലെങ്കിൽ കൃപയുടെ ദൈവശാസ്ത്രം. അതിനവർ പറയുന്നത് ഇങ്ങനെയാണ്: വി ആർ നോ ലോങ്ങർ അണ്ടർ ദ ലോ, വി ആർ അണ്ടർ ദ ഗ്രേസ്. ഞങ്ങൾ ഇനി ന്യായപ്രമാണത്തിന് കീഴല്ല, ഞങ്ങൾ കൃപയുടെ കീഴാണ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ മനോഹരമായ ദൈവശാസ്ത്രമാണല്ലോ, പൗലോസ് പറഞ്ഞിട്ടുള്ളത് ഒരു ദൈവശാസ്ത്രം കൂടിയാണ്. പക്ഷേ ഇതിനകത്തൊരു അപകടം ഒളിച്ചിരിപ്പുണ്ട്. കാരണം ഈ കൃപയെ അവര് ഡിഫൈൻ ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ഞങ്ങൾ നിയമത്തിന്റെ കീഴിലല്ല, പ്രമാണത്തിന്റെ കീഴിലല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലുമല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വരുത്തി തീർക്ക വിധത്തിൽ ഈ കൃപയെ വേറൊരു വിധത്തിൽ വിശകലനം ചെയ്യുന്നതായ തെറ്റായ ഉപദേഷ്ടാക്കന്മാരുണ്ട്. ആദിമ സഭ മുതൽ ഇന്ന് വരെ കാണുന്നതായ സഭ അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളോട് ഞങ്ങൾ അറിയിച്ചതൊഴികെ മറ്റൊരുത്തൻ വന്ന് വേറൊരു സുവിശേഷം നിങ്ങളോട് അറിയിക്കുമെങ്കിൽ അവൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതനായിരുന്നാലും സഭയിൽ നിന്ന് ശപിക്കപ്പെട്ടവനാകട്ടെ എന്ന് ഭാഗ്യവാനായ പൗലോസ് ലീഹ പറയുന്നു. They preach a different Jesus, they preach a different gospel, they preach in a different spirit. അന്നും ഇന്നും സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് ചോദിച്ചാൽ എല്ലാവരും ദൈവവചനമാണ് എടുക്കുന്നത്, എന്നാൽ ദൈവവചനത്തിന്റെ അർത്ഥത്തെ കോട്ടിക്കളയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഞാൻ നിങ്ങൾ വന്നിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ സ്കോട്ട്ലൻഡിലെ മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ അബഡീൻ എന്ന് പറയുന്നതായ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാനായിട്ട് പോയി. അവിടുത്തെ ലോക്കൽ ചർച്ച് വിളിച്ചിട്ടാണ്. എന്നാൽ ആ ഒരു യാത്രയ്ക്കിടയിൽ ഞാൻ ഒരു മനുഷ്യനെ പരിചയപ്പെട്ടു. ഒരു മലയാളിയെ കണ്ടതിൻ്റെ സന്തോഷം എനിക്ക്. അദ്ദേഹം എന്നെ ഭക്ഷണത്തിന് ക്ഷണിച്ചപ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം. കാരണം ഉപ്പും എരിവും ഇല്ലാത്ത അവരുടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഒരു മലയാളി വിളിച്ചപ്പോൾ അതിനേക്കാൾ വലിയൊരു സന്തോഷമായിരുന്നു. ഞാൻ ചെന്നപ്പോൾ മുതൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം പറയാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറയുന്ന 3 വാക്ക് ഉപയോഗിച്ചാൽ അതിലൊരു വാക്ക് കൃപയാണ്. അദ്ദേഹം പറഞ്ഞു, സഹോദര, ഞാൻ ഇവിടെ ആയിരിക്കുന്നത് കൃപയാണ്. ഞാൻ പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്. എൻ്റെ ജീവിതം മുഴുവനായി ഒന്ന് ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ സാക്ഷ്യം മൊത്തമായി പറയുവാണെങ്കിൽ അതിൻ്റെ ഒരു ജിസ്റ്റ് എന്ന് പറയുന്നത് ദൈവകൃപയാണ്. ഞാൻ വേണമെങ്കിൽ പറയാം, ഞാൻ ഇവിടെ എയർപോർട്ടിൽ, അദ്ദേഹം പറയാണ്, എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ മുതൽ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യനായതുകൊണ്ട് ഇദ്ദേഹം എങ്ങനെയാണത് സാധിച്ചതെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു, ഇൻ്റർനാഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ നേരത്തെ എടുത്തുകൊണ്ടാണോ വന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതല്ലേ സഹോദര പറഞ്ഞത് കൃപ എന്ന്. ഇന്റർനാഷണൽ പോയിട്ട് എനിക്ക് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് പോലും ഇല്ല, പക്ഷെ കൃപയാൽ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, വന്ന ഉടനെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് കൃപയാൽ ജോലി കിട്ടി. അവളെ ഒരു നേഴ്സായിട്ടൊരു ഹോസ്പിറ്റല്, അതിൻ്റെ പിൻപിലും ദൈവകൃപയാണ്. എന്നിട്ട് അദ്ദേഹം ആ കൃപയെ ഇങ്ങനെയാണ് വിശേഷിപ്പിച്ചത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യ അതേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇവൾക്കൊരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് പേപ്പർ എങ്ങനെയോ ഇവളുടെ കയ്യിൽ കിട്ടി, അത് എൻ്റെ ഭാര്യയ്ക്ക് കൃപയാൽ കിട്ടി. പുള്ളി പറയുന്ന മുഴുവനും കൃപയാണ്, എല്ലാം കൃപയാണ്. അതുകൊണ്ട് ഈ പലപ്പോഴും നമ്മുടെയൊക്കെയും ചിന്ത, ഈ അർഹിക്കാത്തതായ ചില നന്മ കിട്ടുന്നതെല്ലാം കൃപയാണ് നമ്മുടെയൊക്കെ ഒരു ചിന്ത, ഇല്ലേ? കൃപയ്ക്ക് അതിനേക്കാൾ വലിയൊരു മർമ്മമുണ്ട് പ്രിയരെ. What does it mean to live by grace? ദൈവകൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ വേഗത്തിൽ ചിന്തിക്കാം. ഒന്നാമത്, നോഹയുടെ ജീവിതം വെളിവാക്കുന്ന കൃപയുടെ രഹസ്യം ഇതാണ്: A holy life is possible in a corrupt world. അശുദ്ധിയുള്ള ലോകത്ത് ഒരു വിശുദ്ധ ജീവിതം സാധ്യമാക്കുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചല്ലോ പ്രിയരെ, ലോകം മുഴുവനും അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഒരു സാഹചര്യം വെളിപ്പെടുത്തുന്നുണ്ട്. 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരായി എടുത്തു. അപ്പോൾ യഹോവ, മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല, അവൻ ജഡം തന്നെയല്ലയോ. 5-ാമത്തെ വാക്യം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും
അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുതപിച്ചു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, വലിയൊരു പദ്ധതി മനുഷ്യന് വേണ്ടി തയ്യാറാക്കി. എന്നാൽ ആ പദ്ധതിയിൽ നിന്ന് ദൈവത്തിൻ്റെ മനുഷ്യൻ മാറിപ്പോയി. ഇവിടെ സൺസ് ഓഫ് ഗോഡ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് മെൻ, പലപ്പോഴും വളരെ പ്രയാസമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു ഇൻ്റർപ്രിട്ടേഷൻ. പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്, പല ചിന്തകളൊക്കെ ഉണ്ട്. ഒരു പക്ഷേ ഫോളൻ ഏഞ്ചൽസിനെ ആയിരിക്കാം, പാപം ചെയ്തതായി ഭൂമിയിലേക്ക് എറിയപ്പെട്ടതായ ദൂതഗണങ്ങളായിരിക്കാം ഒരുപക്ഷെ സൺസ് ഓഫ് ഗോഡ്, ഡോട്ടേഴ്സ് ഓഫ് മെൻ, മനുഷ്യരുടെ പെൺകുട്ടികൾ, പെൺമക്കൾ. അങ്ങനെ ദൈവത്തിന് ഹിതകരമല്ലാത്ത ഒരു യൂണിയൻ എന്ന് ഒരു വിഭാഗം വാദിക്കുമ്പോൾ, മറുവിഭാഗം അങ്ങനെയല്ല, ഏഞ്ചലിക് ബീയിങ്ങും ഹ്യൂമൻ ബീയിങ്ങും തമ്മിലുള്ള ഒരു ബന്ധം സാധ്യമല്ല. ഇതങ്ങനെയല്ല. ഹാബേലിനെ കയീൻ കൊന്നതിന് ശേഷം ദൈവം ആദാമിനും ഹവ്വയ്ക്കും കൊടുത്ത ശേത്ത് എന്ന് പറയുന്ന ശേത്തിന്റെ സന്തതി പരമ്പരകളെ സൺസ് ഓഫ് ഗോഡ് എന്നും, കയീന്റെ വംശത്തിൽ വന്നിട്ടുള്ള പെൺകുട്ടികളെ ഡോട്ടേഴ്സ് ഓഫ് മെൻ എന്നും പറയുന്നു. അവർ തമ്മിലുണ്ടായിട്ടുള്ള ബന്ധമാണ്. എന്ത് തന്നെ ആയിരുന്നാലും അതിൻ്റെ യഥാർത്ഥ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പൂർണ്ണമായും ആധികാരികമായി പറയാനായിട്ട് സാധിക്കത്തില്ല എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് മനുഷ്യ നീ മാറിപ്പോകുന്നതിൻ്റെ പേരാണ് ദുഷ്ടത. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അതൊക്കെ നിന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. When I was just an embryo in my mother's womb, your eyes have seen me. അടുത്ത വാചകം വാക്യം വളരെ മനോഹരമാണ്. All the days ordained for me have been written in your book, even before one of them came to be. എന്ന് പറഞ്ഞാൽ ദൈവ പൈതലെ, നിന്നെ ഈ ഭൂമിയിൽ ദൈവം അവതരിപ്പിക്കുന്നതിന് മുന്നമേ തന്നെ നിന്നെക്കുറിച്ച് സ്വർഗം ഒരു പദ്ധതി തയ്യാറാക്കി എന്നുള്ളതാണ്. ആ പദ്ധതിക്ക് അനുസരിച്ച് ജീവിക്കേണ്ട ജീവിതത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അല്ലാതെ എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്ന ജീവിതമല്ല. ഈ ഭൂമിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു പേന എടുത്തിട്ട് ഞാനും നിങ്ങളും പറയത്തില്ല ഇത് ആകാശത്ത് നിന്ന് തനിയെ വീണതാന്ന് നമ്മൾ പറയത്തില്ല. We believe, we know that someone has designed it and someone has manufactured it. ഒരു പിന്ന് കണ്ടാൽ പോലും, ഒരു സെപ്റ്റി പിൻ കണ്ടാൽ പോലും, ഒരു ചെറിയ ഒബ്ജക്റ്റ് കണ്ടാൽ ഞാനും നിങ്ങളും പറയും ഇതിനെ രൂപകൽപ്പന ചെയ്ത ഒരുവനുണ്ട്, ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ, തൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിക്കുകയും തൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കുകയും ചെയ്ത എന്നെയും നിന്നെയും കുറിച്ച് സ്വർഗത്തിന് വലിയ പദ്ധതിയില്ലേ പ്രിയരേ? ഗോഡ് ഹാസ് എ പ്ലാൻ ആൻഡ് പേർപ്പസ്. ആ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ മാറിപ്പോയി. അവരുടെ ദുഷ്ടത വലിയതെന്ന് ദൈവം കണ്ടു. ഞാൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക നിമിത്തം അനുതപിക്കുന്നു എന്ന് ദൈവം തന്നെ പറയുകയാണ്. He himself grieved because he had created human beings. ദൈവം തന്നെ സോറി ആയിട്ട് തന്നോട് തന്നെ പറയുകയാണ്, ഞാനിങ്ങനെ മനുഷ്യനെ ഉണ്ടാക്കി, കാരണം എൻ്റെ പദ്ധതിയിൽ നിന്ന് അവരെ മാറിപ്പോയി. അതുകൊണ്ട് I am going to bring judgment upon these people, upon the earth. ഈ ഭൂമിയുടെ മേൽ ഞാൻ ന്യായം വിധിക്കാൻ പോകുകയാണ്. പക്ഷേ നോഹേ, എനിക്ക് നിന്നോടൊരു കൃപ തോന്നി. Praise the Lord. But Noah found grace in the eyes of the Lord. എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം, ഈ വഷളത്വം നിറഞ്ഞ ലോകത്തിലും അശുദ്ധിയും അക്രമം നിറഞ്ഞ ലോകത്തിലും ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ദൈവകൃപ. അതിൻ്റെ താഴോട്ടുള്ള വാക്യം ഇങ്ങനെ ഒന്ന് വായിക്കുന്നു. 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. 7-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്നാൽ, നീയും സർവ്വകുടുംബവുമായി പെട്ടകത്തിൽ കടക്ക, ഞാൻ നിന്നെ ഈ തലമുറയിൽ എൻ്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. ഈ രാത്രി എന്നെ കേൾക്കുന്ന, എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, what does it mean to live by grace? A holy life is possible in a corrupt world. അശുദ്ധിയുള്ള ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണ്. എല്ലാ മനുഷ്യരും
അതിക്രമത്താൽ ജീവിക്കുന്നു എന്ന് കണ്ട ദൈവം നോഹയോട് പറഞ്ഞു, എന്നാൽ നിനക്കൊരു വംശപാരമ്പര്യമുണ്ട്, നീ നീതിമാനാണ്. ഇവിടെ ഒരു വാക്യം ശ്രദ്ധിച്ചോ. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ അവന്റെ ജീനിയോളജി, അവന്റെ ലീനിയേജിനെ കുറിച്ച് ദൈവം സാക്ഷിക്കുകയാണ്, ദൈവവചനം സാക്ഷിക്കുകയാണ്. അവൻ നല്ല ഒരു കുലീനമായ കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്, സമ്പത്തുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചെന്നല്ല പറഞ്ഞത്, വലിയ വിദ്യാഭ്യാസവും വലിയ പ്രൊഫഷനും ഉണ്ടെന്നല്ല പറഞ്ഞത്, മറിച്ച് സ്വർഗം നോഹയുടെ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊണ്ടത് എന്തെന്നാൽ അവൻ നീതിമാനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഒത്തിരി പാരമ്പര്യം, ഇൻഹെറിറ്റൻസ്, ഹെറിറ്റേജ് അവകാശപ്പെടുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ച ഒരു വിശ്വാസ സമൂഹമല്ലേ? എന്നാൽ നമ്മുടെ തലമുറ നമ്മെക്കുറിച്ച് എന്താ സാക്ഷ്യം പറയാനായിട്ടുള്ളത്? എൻ്റെ പിതാവ്, എൻ്റെ മാതാവ്, എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ ഒരു വല്യമ്മച്ചി ഒരു നീതിമാനാണെന്ന് പറയാൻ സാധിക്കുമോ? അവിടെയാണ് സാക്ഷ്യം, അവിടെയാണ് ദൈവകൃപ വെളിപ്പെടേണ്ടത്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ പിതാവ് ഈ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. എൻ്റെ പിതാവ് കുറേ വർഷക്കാലം സൗദി അറേബ്യയിൽ ഏതാണ്ട് 10 വർഷത്തോളം വേല ചെയ്തൊരു മനുഷ്യനാണ്. ആ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട കുലീനങ്ങളുമായി പരിചയപ്പെട്ടു. ആ ദേശത്തിൻ്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യ ജീവിതം ഇരു കുടുംബങ്ങളും നിറവേറ്റി. പ്രിയപ്പെട്ട പിതാവ് എനിക്കൊരു വലിയൊരു റോൾ മോഡലാണ്. എന്നാൽ എന്നെ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. മാരാമൺ സ്വദേശിയാട്ടോ, തൊട്ടടുത്തുനിന്ന് വന്ന് കൊച്ചി താമസമാക്കിയത്. മേമന കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടവർക്കൊക്കെ ഒരു കാര്യം നന്നായിട്ട് അറിയാം. അദ്ദേഹം എപ്പോഴും പറയുന്നൊരു സാക്ഷ്യമുണ്ട്. എൻ്റെ കൊച്ചിലെ മുതലേ അദ്ദേഹത്തിൻ്റെ പിതാവും ഒരു സുവിശേഷകനായിരുന്നു, മേമന കുഞ്ഞുപാപ്പി ഉപദേശി. എന്നാൽ എൻ്റെ പിതാവിന് 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അദ്ദേഹത്തിന് അന്ന് 37 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ മർത്തോമാ സഭയുടെ കൊമ്പാടി ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായിരുന്നു. ബൈബിൾ പഠനം പൂർത്തിയാക്കി കർത്താവിൻ്റെ വേലയ്ക്ക് വർദ്ധിച്ചു വന്നു. കേരളത്തിൽ മാത്രമല്ല പൊള്ളാച്ചിയിൽ വരെയൊക്കെയും യാത്ര ചെയ്ത് സുവിശേഷം പറഞ്ഞതായ ഒരു വ്യക്തിയുടെ കൊച്ചുമകനാണ് ഞാൻ. പക്ഷെ അദ്ദേഹം 37-ാമത്തെ വയസ്സിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് താൻ പ്രിയം വെച്ച സന്നിധിയിലേക്ക് പ്രവേശിച്ചപ്പോൾ എൻ്റെ പിതാവിന് 10 വയസ്സ് മാത്രമേ ഉള്ളൂ. എങ്ങനെയോ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി കൊച്ചിയിൽ എ.വി. തോമസ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് യാത്ര ചെയ്യാനായിട്ട് കയ്യിൽ പണമൊന്നുമില്ല. പിതാവിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ കടവും വാങ്ങി യാത്ര പുറപ്പെട്ടു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാക്ഷ്യം. അപ്പോൾ എപ്പോഴും എഴുന്നേറ്റ് നിന്നാൽ മാരാമണിൽ നിന്ന് 10 രൂപ കടവും വാങ്ങി വന്ന ആളാണെന്ന് എപ്പോഴും പറയും. ഞങ്ങളൊക്കെ ടീനേജിലൊക്കെ ആയപ്പോൾ ഇതിച്ചിരി അരോചകമായിട്ട് തോന്നി. അപ്പോൾ ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു, ദൈവത്തെ ഓർത്ത് ഇനി ഈ കഥ പറയരുത്, കാരണം ഇത് കേൾക്കാത്തവരാരും ഇല്ല ഇനി ഈ ദേശത്ത്. ഈ 10 രൂപ കടം വാങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടാ ഇതെൻ്റെ സാക്ഷ്യമാടാ, എന്നെ നടത്തിയൊരു ദൈവത്തെക്കുറിച്ച് പറയാനാ, എൻ്റെ അപ്പനെ നടത്തിയ ദൈവത്തെക്കുറിച്ച് പറയാനാ ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. എൻ്റെ പൊങ്ങച്ചത്തിനല്ല, എൻ്റെ തമ്പുരാൻ ഉയരാനായിട്ടാ. ഏതായാലും സാക്ഷ്യത്തിൽ നിന്ന് എൻ്റെ പിതാവ് പിന്മാറത്തില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് അടുത്തൊരു ഓപ്ഷൻ കൊടുത്തു, ഒരു ചോയ്സ്. അത്ര നിർബന്ധമാണെങ്കിൽ പറഞ്ഞോ, പക്ഷെ ഒരു കാര്യം, ഇനി മേലാൽ 10 രൂപ എന്ന് പറയരുത്, 1000 രൂപ എന്നെങ്കിലും പറയണം. ഇല്ലേ എടാ, അല്പം ആ പൈസയെങ്കിലും ഒന്ന് കൂട്ട്. 10 രൂപ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു 1000 രൂപ വെച്ചിട്ട് വെയിറ്റ് ഇരിക്കട്ടെ അങ്ങനെയെങ്കിലും. എന്നാൽ ഞാനിത് പറയാൻ കാരണം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാനൊരു കടയിൽ ചെന്ന് ഒരു ബാറ്ററി വാങ്ങി ഇൻവേർട്ടറിന് വേണ്ടി. ആ ബാറ്ററി ഞാൻ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ചെക്ക് തന്നാൽ മതി, ഞാൻ ബില്ല് പുറകാലെ അയക്കാം. ഞാൻ പറഞ്ഞു മതി. പിറ്റേ ദിവസം ഒരു എൻവലപ്പിൽ ഒരു ബില്ലുമായി ഈ ബാറ്ററി ഷോപ്പിൻ്റെ ഓണർ അദ്ദേഹത്തിൻ്റെ ഒരു ലേബറിൻ്റെ കയ്യിൽ, ഒരു എംപ്ലോയിയുടെ കയ്യിൽ ഈ എൻവലപ്പ് കൊടുത്തു വിട്ടു. എൻവലപ്പ് കൊടുത്തു വിട്ടപ്പോൾ എഴുതിയത് എൻ്റെ പേരല്ല, എൻ്റെ അപ്പൻ്റെ പേരാണ് എഴുതിയത്. കാരണം അദ്ദേഹത്തെ അറിയാവുന്നതായ ഒരു മനുഷ്യൻ, ഒരു കത്തോലിക്കക്കാരൻ. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത്, സന്തോഷിപ്പിച്ചത്, അദ്ദേഹം എൻ്റെ പിതാവിൻ്റെ പേര് ആ എൻവലപ്പിൽ ഇങ്ങനെ എഴുതി, മിസ്റ്റർ MC ജോർജ്. എന്നിട്ട് അയാളുടെ കയ്യിൽ, ഈ എംപ്ലോയിയുടെ കയ്യിൽ, തൊഴിലാളിയുടെ കയ്യിൽ കൊടുത്തു വിട്ടപ്പോൾ ആള് മാറിപ്പോകാതിരിക്കാൻ ഒരു നിക് നെയിം ഉണ്ടല്ലോ ചിലർക്കൊക്കെ ഓരോ ദേശത്ത്, അങ്ങനെ ഒരു നിക് നെയിം ഇങ്ങനെ എഴുതി, ഒരു ബ്രാക്കറ്റിൽ ഇങ്ങനെ ഇട്ടു, പ്രാർത്ഥനക്കാരൻ.
MC ജോർജ് എന്ന് എഴുതി, ബ്രാക്കറ്റിൽ പ്രാർത്ഥനക്കാരൻ എന്ന് എഴുതി. ഇത് വായിച്ചപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. ബില്ലെടുത്ത് മാറ്റിയതിന് ശേഷം എൻവലപ്പ് സൂക്ഷിച്ചു വെച്ചു. ആദ്യം എൻ്റെ തലമുറയെ കാണിച്ചു, എൻ്റെ പിള്ളേരെ കാണിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ വംശപാരമ്പര്യം ഇതാ, അവൻ പ്രാർത്ഥനക്കാരനാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ദൈവജനമേ ചിന്തിക്കണം, എൻ്റെ നിന്റെയും പാരമ്പര്യം എന്താ? തലമുറ പറയട്ടെ, ഇവനൊരു നീതിമാൻ. യേശുക്രിസ്തുവിൻ്റെ ചരിത്രം സുവിശേഷ ഭാഗങ്ങളിൽ പ്രത്യേകമായി ഒരു ഇലാബറേറ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ചോ അതിൻ്റെ ചൈൽഡ്ഹുഡ് ഡേയ്സിനെ കുറിച്ചൊന്നും ഇല്ല. പ്രത്യേകിച്ചും മാതാപിതാക്കളെ കുറിച്ച്, അതിൽ തന്നെ പിതാവിനെ കുറിച്ച്, യോസഫിനെ കുറിച്ച് വലിയ വിവരണങ്ങളൊന്നും ഇല്ല. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അങ്ങനെ? പക്ഷെ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ മകൻ എന്ന് മാത്രം വെളിപ്പെടുത്തിയതിന് ശേഷം പിന്നീട് യോസഫിനെ കുറിച്ച് ഒറ്റ കാര്യം എഴുതി, യോസഫ് നീതിമാനാകൊണ്ട്. സ്വർഗത്തെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തെക്കുറിച്ച് വലിയ വിവരണങ്ങളൊന്നും വേണ്ട. യോസഫ് നീതിമാനാണ്. ഈ രാത്രിയിൽ ഒത്തിരി ക്വാളിഫിക്കേഷൻസ് എനിക്കും നിങ്ങൾക്കും പറയാൻ കാണും. എന്നാൽ തലമുറ, പിതാക്കന്മാരെ, മാതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തലമുറ സാക്ഷ്യം പറയട്ടെ, എൻ്റെ പിതാവ് ഒരു വിശുദ്ധനായിരുന്നു, എൻ്റെ മാതാവ് ഒരു വിശുദ്ധയാണ്. ഇതാണ് കൃപ. അശുദ്ധിയുള്ള ലോകത്ത് നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് ഒരു ഒരു വാമൊഴി ഉണ്ടല്ലോ പ്രിയരെ. അങ്ങനെ ജീവിക്കേണ്ട ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. മറിച്ച് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവഹിതത്തിൻ്റെ നടുവിൽ ഞാനും നിങ്ങൾ നിൽക്കണം. ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ പോർക്കളത്തിൽ കർത്താവിൻ്റെ നല്ല ഭടനായി ഈ ദേശത്ത് സാക്ഷ്യമുള്ള ജീവിതം നയിപ്പാൻ ദൈവമേ നിന്റെ കൃപയാൽ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, മുൻപോട്ട് പോകാം. What does it mean to live by grace? കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? A holy life is possible in a corrupt world. രണ്ടാമത്, a ministry can be fulfilled in every context of life. എല്ലാ ജീവിതത്തിന്റെ സാഹചര്യത്തിലും ദൈവ പൈതലെ നിനക്കൊരു നിയോഗമുണ്ട്. മറന്നു പോകരുത്. നിയോഗം ലഭിച്ച ഒരു കൂട്ടമാണ്, ഒരു വിശ്വാസ സമൂഹമാണ്, ഒരു ആരാധന സമൂഹമാണ് നമ്മുടേത്. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ക്നാനായ സഭ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും പാരമ്പര്യമുള്ള, നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള, വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഡിനോമിനേഷൻസ് ഇൻ ദ വേൾഡ് ടുഡേ. എന്നാൽ അതിൻ്റെയൊക്കെ ഒരു ആരംഭം കുറിച്ചത് 4-ാം നൂറ്റാണ്ടിലാണ്, 4th century. ആ 4-ാം നൂറ്റാണ്ടിൽ ഒരു വ്യാപാരിയായി, ഒരു ബിസിനസ്മാനായി വന്നതായ തോമസ് ഫ്രം ഖാന, അല്ലേ? നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഒരു ബിസിനസ്സുകാരനായിട്ടല്ല വന്നത്, ദൈവസന്നിധിയിൽ ഒരു നിയോഗം പ്രാപിച്ചവനായി ഈ ദേശത്ത്, ഈ രാജ്യത്ത് കടന്നു വന്നപ്പോൾ താൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ അതുല്യത ഈ ലോകത്തിന് വെളിപ്പെടുത്തിയത് കൊണ്ടല്ലേ ഈ കൂടാരത്തിന്റെ കീഴിൽ ഞാനും നിങ്ങളും ഒരു വിശ്വാസ സമൂഹമായി ആയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വന്നതല്ല, സകല നന്മയും ശ്രേഷ്ഠതയും വിട്ടെറിഞ്ഞ് ഈ ദേശത്ത് അവർ കടന്നു വന്നത് അവരനുഭവിക്കുന്ന ഈ വിശ്വാസത്തിന്റെ നന്മ, ഈ ദൈവകൃപയുടെ നന്മ, ഈ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൻ്റെതായ അതുല്യത, അതിൻ്റെ തേജസ് ഈ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനല്ലേ പ്രിയരെ? അതൊരു നിയോഗമായി ഏറ്റെടുത്ത പാരമ്പര്യമുള്ള ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ റെമനൻസ് അല്ലേ നമ്മളൊക്കെയും, പ്രിയപ്പെട്ടവരെ? മറന്നു പോകരുത്. അതുകൊണ്ട് എന്താണ് ദൈവകൃപ എന്ന് ചോദിച്ചാൽ, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും എനിക്കൊരു നിയോഗം ദൈവസന്നിധിയിലുണ്ട് എന്ന് ഏറ്റെടുക്കുന്നതാണ് ദൈവകൃപ. നമ്മുടെയൊക്കെ ചിന്തയുണ്ട്, എന്താ ഈ നിയോഗം? ഇല്ലേ, ഈ നിയോഗം എനിക്ക് ലഭിച്ചിട്ടില്ല,
ഞാൻ വെറും ഒരു മാതാവാണ്, ഒരു പിതാവാണ്, ഒരു സഹോദരിയാണ്, ഒരു ടീച്ചറാണ്, ഒരു വ്യവസായിയാണ്. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ് വാസ് എ മിനിസ്ട്രി. കർത്താവിന്റെ ശുശ്രൂഷ ഒന്ന് സുവിശേഷ ഭാഗങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. താൻ ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ, താൻ ചെയ്തിട്ടുള്ള അത്ഭുത പ്രവർത്തികൾ, അതൊരു ഹീലിംഗ് ക്രൂസൈഡിലല്ല ചെയ്തത്, ഇല്ലേ? ഇന്ന് ഒത്തിരി ക്രൂസൈഡുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ക്രൂസൈഡുകളിലൊന്നും അല്ല യേശു ക്രിസ്തു തൻ്റെ സുവിശേഷത്തെ വെളിപ്പെടുത്തിയത്, തൻ്റെ ശുശ്രൂഷയെ വെളിപ്പെടുത്തിയത്. താൻ ചെയ്ത അത്ഭുതങ്ങളിൽ ഏറിയ പങ്കും തൻ്റെ സാധാരണ ജീവിത രംഗങ്ങളിൽ വെളിപ്പെട്ടു വന്നതായ ദൈവിക ശക്തിയല്ലേ? ഞാനിങ്ങനെ പറയും, യേശു ക്രിസ്തു നടന്നു പോകുമ്പോൾ അതൊരു ശുശ്രൂഷയായിരുന്നു, അത്ഭുതമായിരുന്നു. ഒരിക്കൽ നയിൻ പട്ടണം എന്ന് പറയുന്ന പട്ടണത്തിന്റെ തെരുവീതിയിലൂടെ പോകുമ്പോഴാണ് ഒരു വിധവയ്ക്ക് തൻ്റെ ഏക മകനെ നഷ്ടപ്പെട്ട് അതിൻ്റെ ശവമഞ്ചവുമായൊരു ഫ്യൂണറൽ പ്രൊസഷൻ. ഇവിടെ ഇതാ അതേ തെരുവീതിയിലൂടെ എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് നടന്നു നീങ്ങുകയാണ്. അവസാനം ഈ ജീവനും യേശുവാകുന്ന ജീവനും ഈ മകൻ നഷ്ടപ്പെട്ട അവൻ്റെ ശവമഞ്ചവും തമ്മിൽ കണ്ടുമുട്ടുകയാണ്, ഏറ്റുമുട്ടുകയാണ്. കർത്താവ് യേശു ഈ മരണത്തെ ജയിച്ചവൻ, മരിച്ചവന്റെ മുൻപിൽ ജീവനെ വിളംബരം ചെയ്തപ്പോൾ സംഭവിച്ചത്, ആ വിധവയ്ക്ക് തനിക്ക് നഷ്ടപ്പെട്ട തൻ്റെ ഏകജാതനായ മകനെ തിരികെ ലഭിച്ചു. And Jesus turned that funeral procession into a victory parade. And that happened when Jesus was walking to the town of Nain. അതെവിടെയാണ് സംഭവിച്ചത്? യേശു നടന്നു പോയപ്പോഴാണ്. അങ്ങനെ ആ സ്ത്രീയുടെ വിലാപയാത്രയെ ജൈത്രയാത്രയാക്കി മാറ്റിയ ഒരു കർത്താവുണ്ട്. ഈ രാത്രി ദൈവജനമേ, ഒരു കാര്യം പറയട്ടെ. ഏതെങ്കിലും ദുഃഖത്തിലും ഭാരത്തിലും വിലാപത്തോടുകൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഇതിന്റെ നടുവിലുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഈ രാത്രിയിൽ വിളംബരം ചെയ്യുകയാണ്. നിന്റെ വിലാപ യാത്രകളെ ജൈത്രയാത്രയാക്കി മാറ്റുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. And that happened when Jesus was walking. ഞാൻ ഇങ്ങനെ പറയും, യേശു നടന്നാൽ അതൊരു ശുശ്രൂഷ, യേശു നിന്നാൽ അതൊരു ശുശ്രൂഷയാണ്. വരും ദിവസങ്ങൾ നോമ്പിന്റെ നാളുകളിൽ, പ്രത്യേകിച്ച് പാഷൻ വീക്കിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു ഭാഗമാണ് എരിഹോവിൽ നിന്ന് അവസാനമായി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുന്ന ആ ട്രയംഫൽ എൻട്രി. അതിന് തൊട്ടു മുമ്പായി സംഭവിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണല്ലോ. അവിടെ ഇതാ ഒരു കുരുടനായ മനുഷ്യൻ ഇരിക്കുന്നു, അവന്റെ പേര് ബർത്തിമേയ എന്നാണ്. യേശു ആ വഴി കടന്നു പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഈ കുരുടനായ മനുഷ്യൻ നിലവിളിക്കുകയാണ്, ഓ സൺ ഓഫ് ഡേവിഡ്, ഹാവ് മേഴ്സി അപ്പോൺ മീ. ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ദൈവവചനത്തിൽ ഞാൻ നിങ്ങളും ഇപ്രകാരം വായിക്കുന്നു, യേശു അവിടെ നിന്നു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ജീസസ് സ്റ്റുഡ് ദേർ. യേശു അവിടെ നിന്നു, അവന് കാഴ്ച പ്രാപിച്ചു. ഞാനിങ്ങനെ പറയും, യേശു നടന്നാൽ അതൊരു ശുശ്രൂഷ, യേശു നിന്നാൽ ഒരു ശുശ്രൂഷ, യേശു ഇരുന്നാൽ അത് ശുശ്രൂഷയാണ്. ഒരു യഹൂദ റാബായെ പോലെ അവൻ മലമേൽ കയറി ഇരുന്നു. തിരുവായി മൊഴിഞ്ഞ് അവരോട് പറഞ്ഞതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തിയത് ഇരുന്നു കൊണ്ടാണ്. ദാറ്റ് വാസ് എ പോസ്ചർ ഓഫ് എ റാബായ്, ജൂവിഷ് റാബായ്. They used to sit and reveal the mysteries of the kingdom of God. ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്നത് അങ്ങനെയായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത്, each and every moment of Christ's life was a ministry. കർത്താവ് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ നടന്നാൽ അതൊരു ശുശ്രൂഷ, ഇരുന്നാൽ ഒരു ശുശ്രൂഷ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് എ റോൾ മോഡൽ ടു യു ആൻഡ് മീ. എന്നെയും നിങ്ങളെയും വരമേൽപ്പിച്ചൊരു ശുശ്രൂഷയുണ്ട്, ഒരു നിയോഗമുണ്ട്. ഈ ദേശത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യ ജീവിതം നയിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചത്. ആ സാക്ഷ്യ ജീവിതം നയിപ്പാൻ നമ്മെ ശക്തീകരിക്കുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. കാരണം നോഹയെ വിളിച്ചിട്ട് നോഹയോട് പറഞ്ഞു, ഈ ഭൂമിയുടെ മേൽ ഞാൻ ന്യായം വിധിക്കാനായിട്ട് പോവുകയാണ്, പക്ഷെ നോഹേ, എനിക്ക് നിന്റെ മേലൊരു കൃപയുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ ഒരു പെട്ടകമുണ്ടാക്കണം. ആ പെട്ടകത്തിൽ ഈ ലോകത്തിലുള്ള, ഈ ഭൂമിയിലുള്ള സകല ഇഴജാതിയിൽ നിന്നും, പറവജാതിയിൽ നിന്നും, മൃഗജാതിയിൽ നിന്നും ഈരണ്ടായി നീ അതിന്മേൽ കയറ്റണം.
നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഈ ന്യായവിധിയെക്കുറിച്ച് ഭൂമിയോട് നീ വിളംബരം ചെയ്യണം. പക്ഷെ അതോടൊപ്പം തന്നെ നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, ഒരു ഷിപ്പ് ഉണ്ടാക്കണം. എന്നെ കേൾക്കുന്ന ദൈവജനമേ, അന്നു മുതൽ ഈ നോഹ തന്നെ ബലമേൽപ്പിച്ചതായ ഒരു നിയോഗം, ഒരു ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുക. ഈ ഭൂമിയിൽ നമുക്ക് ഓരോ ശുശ്രൂഷയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പുൾപിറ്റും മൈക്രോഫോണും ഇല്ലെങ്കിൽ എനിക്ക് എന്ത് ശുശ്രൂഷ എന്ന് ഞാൻ ചിന്തിച്ചൊരു സന്ദർഭമുണ്ട്. കാരണം ഞങ്ങളെ തന്നെ പറയുന്നത് ഈ പ്രസംഗ തൊഴിലാളികൾ എന്നാണ്. വാസ്തവത്തിൽ ഞാൻ മർത്തോമാ സഭയിൽ അംഗമാണ്. ഫെബ്രുവരി മാരാമൺ കൺവെൻഷനോടുകൂടെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൺവെൻഷനെല്ലാം അവസാനിക്കും. അതിന് തൊട്ടു മുമ്പ് ജനുവരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങ് തിരക്കാണ്. ഞങ്ങൾക്ക് ഈ കൺവെൻഷൻ സ്പീക്കേഴ്സ് അസോസിയേഷൻ ഉണ്ട്, അതിലൊരു അംഗം കൂടെയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഞങ്ങൾക്കും ഈ സെൻട്രൽ തലത്തിൽ, ഭദ്രാസന തലത്തിൽ, ഇടവക തലത്തിലൊക്കെ ഇങ്ങനെ കൺവെൻഷനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്തയാണ്, ഞങ്ങളുടെ തൊഴിലിതാ, ഞങ്ങൾക്കിങ്ങനൊരു പീഠം വേണം, ഒരു മൈക്രോഫോണും വേണം. ഇതാണ് ഞങ്ങളുടെ ശുശ്രൂഷ. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ദൈവം അനുവദിച്ച് എനിക്ക് നെതർലാൻഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷൻ കോൺഫറൻസിൽ പ്രസംഗിക്കാനായിട്ട് ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചു. ഞാൻ പോയി. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ലഭിച്ചു. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക്, കൊച്ചിയിലേക്ക് വരാനായിട്ട് എയർപോർട്ടിലേക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോകുന്ന സുഹൃത്തിൻ്റെ ഫോൺ റിങ് ചെയ്തു. ചോദിച്ചു, ഇവിടെ പ്രസംഗിക്കാൻ വന്ന ഒരു ഇന്ത്യക്കാരൻ ഇവാഞ്ചലിസ്റ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടോ? തോമസ് ജോർജ്. ഉണ്ട്. അദ്ദേഹത്തിന് ഫോൺ കൊടുക്കാമോ? എനിക്ക് ഫോൺ തന്നു. ഒരു സ്ത്രീ ശബ്ദമാണ്. അവർ പറഞ്ഞു, വേഗം എൻ്റെ ഭവനത്തിലൊന്ന് വരണം, എൻ്റെ പിതാവ് മരണശയ്യയിലാണ്, പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ആദ്യം പറഞ്ഞ വാചകം ഇങ്ങനെയാണ്, ഈ പ്രാവശ്യത്തെ എൻ്റെ ശുശ്രൂഷ തീർന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈക്രോഫോണും പീഠവും ഒക്കെ ഉള്ള ശുശ്രൂഷ അത് തീർന്നു. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ സമയമുണ്ടെങ്കിൽ വരാം. അവർ പറഞ്ഞു, അടുത്ത പ്രാവശ്യം വരുമ്പോൾ എൻ്റെ പിതാവ് ജീവനോടെ ഉണ്ടായിരിക്കുകയില്ല. വീണ്ടും അവരങ്ങ് പ്ലീഡ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം സോറി, ഐ കനോട്ട് കം ബിക്കോസ് ഐ എം ഓൺ മൈ വേ ടു എയർപോർട്ട്. അതുകൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം വരാനായിട്ട് സാധിക്കത്തില്ല. ഐ മൈറ്റ് മിസ് മൈ പ്ലെയിൻ. അപ്പോൾ അവർ വീണ്ടും കരച്ചിലോടുകൂടെ പറയുകയാണ്, പ്ലീസ്. അപ്പോഴും ഒരു ദയയും കാണിക്കാതെ അഹങ്കാരത്തോടുകൂടെ ഞാൻ പറയുകയാണ്, എനിക്ക് വരാനായിട്ട് സാധിക്കത്തില്ല. ഇത് പറഞ്ഞപ്പോൾ ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ യേശുവിൽ വിശ്വസിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ, എന്നൊന്ന് സഹായിച്ചുകൂടെ? ഇത് കേട്ടപ്പോൾ പോകാൻ ഞാൻ തീരുമാനിച്ചു. പോകുന്ന വഴി, എയർപോർട്ടിലേക്ക് പോകുന്ന വഴി, ഈ സ്ത്രീയുടെ ഭവനത്തിലേക്ക് ഞാൻ ചെന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ലിവിംഗ് റൂമിൽ ഒരു കട്ടിലിൽ ഈ പിതാവിനെ കിടത്തിയിരിക്കുകയാണ്. വളരെ ക്ഷീണിതനാണ്. അവരുടെ ബന്ധുമിത്രാദികൾ ഏതാണ്ട് 30-40ഓളം പേര് ആ കുടുംബത്തിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് കരം പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകൾ വിളിച്ചത് കൊണ്ട് ഞാൻ വന്നതാണ്. എൻ്റെ പേര് ഇങ്ങനെയാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു സുവിശേഷകനാണ്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ വന്നതാണ്. അദ്ദേഹം എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കട്ടെ, എനിക്ക് ധൃതിയുണ്ട്, എനിക്ക് എയർപോർട്ടിൽ പോകണം. അദ്ദേഹം തലകുലുക്കി പറഞ്ഞു, പ്രാർത്ഥിക്ക്. ഉടനെ ഞാൻ രണ്ടാമത് അദ്ദേഹത്തോട് പറഞ്ഞു, ഈസ് ഇറ്റ് ഓൾ റൈറ്റ് ഇഫ് ഐ പ്രേ ഇൻ ദ നെയിം ഓഫ് ജീസസ്? യേശുവിൻ്റെ നാമത്തിലാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ, വിരോധമൊന്നും ഇല്ലല്ലോ? അദ്ദേഹം പിന്നെയും തലയാട്ടി, പ്ലീസ്. ഞാൻ രണ്ടാമത് അദ്ദേഹത്തോട് ഒന്നും കൂടെ ചോദിച്ചു, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹവും വിടുതലായി തീരണമെങ്കിൽ ആ യേശുവിനെ നിങ്ങളും കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. താല്പര്യമുണ്ടോ? എന്നെ പിടിച്ച അദ്ദേഹത്തിൻ്റെ കരം ശക്തമായി മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഐ വിൽ, ഞാൻ സ്വീകരിക്കും, എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ സിന്നേഴ്സ് പ്രയർ പറഞ്ഞു. അദ്ദേഹം വളരെ ശക്തമായ വാക്കുകളിൽ, ശബ്ദത്തിലും പറഞ്ഞു, ഐ അക്സെപ്റ്റ് ജീസസ് ആസ് മൈ ലോർഡ് ആൻഡ് സേവിയർ. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കടന്നുപോയി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കോൺഫറൻസിന് വേണ്ടി അതേ സ്ഥാനത്ത് ദൈവം എന്നെ മടക്കിക്കൊണ്ടുവന്നു. ആ കോൺഫറൻസ് നടന്നു കഴിഞ്ഞ് അവസാനിച്ചപ്പോൾ പുറത്തേക്ക് പോകുന്ന വഴിയിൽ ഇതാ ഒരു സ്ത്രീ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. കണ്ട മാത്രയിൽ ഞാൻ ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. എന്നെ അന്ന് ഫോണിൽ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയതായ ഒരു സ്ത്രീയാണ്. ഞാൻ അടുത്ത് ചെന്നു, പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞു. അവർ പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞു, നിങ്ങളെ കാണാൻ വേണ്ടി മാത്രം നിങ്ങളിവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് ഞാൻ വന്നതാണ്, എനിക്ക് ചില കാര്യങ്ങൾ പങ്കുവെക്കാനായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഐ ആം ഓൾസോ എക്സൈറ്റഡ് ടു ഹിയർ അബൌട്ട് ഇറ്റ്, ടെൽ മീ പ്ലീസ്.
അവർ പറഞ്ഞു, അന്ന് നിങ്ങൾ വന്ന് എൻ്റെ പിതാവിൻ്റെ അടുക്കൽ വന്നിരുന്നു കൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ ഒരുമിച്ച് പറഞ്ഞു, നീ വിളിച്ചു വരുത്തിയ ആ സഹോദരൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വെളിപ്പാട് ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു പ്രത്യേക വെളിച്ചം ആ സമയത്ത് നമ്മുടെ മുറിയിൽ ഇറങ്ങി വന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, നീ കഴിഞ്ഞ നാളുകളിൽ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന യേശു ക്രിസ്തുവാണ് ജീവനുള്ള ദൈവം. ഇതവർ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകുകയാണ്. കാരണം ഒരു വലിയ കുറ്റബോധം എൻ്റെ മനസ്സിൽ വന്നു. തമ്പുരാനെ, എത്ര പ്രാവശ്യം ഞാൻ ഒഴികഴിവ് പറഞ്ഞതാ. എൻ്റെ ശുശ്രൂഷ തീർന്നു എന്ന് പറഞ്ഞ് ദൈവദൂഷണം വരെ പറഞ്ഞതായ വ്യക്തിയാണ് ഞാൻ. തമ്പുരാനെ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇതിൻ്റെ പിൻപിലുള്ള ശുശ്രൂഷ മാത്രമല്ല ശുശ്രൂഷ, നീ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും നടക്കുമ്പോഴും ദൈവ പൈതലേ, നിനക്കൊരു നിയോഗമുണ്ട്. ഇത് നീ തിരിച്ചറിയണം. ഒരിക്കൽ ഒരു അമ്മയുടെ അടുക്കൽ കുഞ്ഞുങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, അമ്മേ, പാപം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മ കുഞ്ഞുങ്ങൾ കൊടുത്തൊരു മറുപടിയാണ്, whatever weakens your reasoning, impairs the tenderness of your conscience, obscures your sense of God and takes away your relish for spiritual things. In short, whatever increases the authority of the flesh over the spirit is a sin to you, my children, however good or innocent it may seem in itself. ഒരു അമ്മ കുഞ്ഞുങ്ങളോട് പാപത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, നിന്റെ മനസ്സാക്ഷിയെ ദുർബലമാക്കുന്ന, നിന്റെ ചിന്തകളെ ക്ഷയിപ്പിക്കുന്ന, നിന്റെ ജഡം നിന്റെ ആത്മാവിനേക്കാൾ ഉയർന്നിരിക്കുന്ന എന്തു തന്നെ സംഭവിച്ചാലും അതിൻ്റെ പേരാണ് പാപം. That definition doesn't come from an intellectual mind, nor it came from a theological scholar, but it came from the mind of an ordinary mother. ഈ ഒരു നിർവചനം പാപത്തെക്കുറിച്ച് കടന്നു വന്നത് ഒരു ബുദ്ധിജീവിയുടെ മനസ്സിൽ നിന്നോ ഒരു ഫിലോസഫറിന്റെ മനസ്സിൽ നിന്നോ അല്ല, ഒരു സാധാരണ ഒരു അമ്മയുടെ നാവിൽ നിന്നാണ്. ആ അമ്മയുടെ പേരാണ് സൂസന്ന വെസ്ലി. അവർ ജന്മം കൊടുത്ത മക്കളിൽ രണ്ടുപേരാണ് ജോൺ വെസ്ലി ആൻഡ് ചാൾസ് വെസ്ലി. പിന്നീട് യൂറോപ്പിനെ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിനെ കീഴ്മേൽ മറിച്ച രണ്ട് വ്യക്തി ജീവിതങ്ങൾ. എന്തുകൊണ്ട് ഞാനിപ്പോൾ അത് പറഞ്ഞു? ഒരു മാതാവ് എന്നുള്ളതായ ഒരു നിയോഗം ഒരു ശുശ്രൂഷയാ, ഒരു പിതാവ് എന്നുള്ള നിയോഗം ഒരു ശുശ്രൂഷയാ, ഒരു സഹോദരൻ, ഒരു സഹോദരി, ഒരു അയൽപക്കക്കാരൻ. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഞാനും നിങ്ങളും ഈ കേരളക്കരയിൽ ആയിരിക്കുന്നത് കൊണ്ട് എൻ്റെ അയൽപക്കക്കാരനൊരു ഈ ദൈവകൃപയുടെ മഹത്വം തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ദൈവകൃപ? ദൈവ പൈതലെ, നിനക്കൊരു നിയോഗമുണ്ട് എന്ന് ഏറ്റെടുക്കുന്നതാണ്. എ മിനിസ്ട്രി ക്യാൻ ബി ഫുൾഫിൽഡ് ഇൻ എവറി കോണ്ടെക്സ്റ്റ് ഓഫ് ലൈഫ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു അച്ഛന്റെ കുടുംബത്തെ കാണുന്നുണ്ട്. സക്കറിയ പുരോഹിതനും എലിസബത്ത് കൊച്ചമ്മയും. അവരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, അവർ ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സകല കൽപ്പനകളിലും കുറ്റമില്ലാത്തവരുമായി നടക്കുന്നവരും ആയിരുന്നു. എന്തൊരു സാക്ഷ്യമാണ്! എന്നാൽ സക്കറിയ പുരോഹിതൻ അവർ അബിയാക്കൂറിലുള്ളതാണ്. 24 ലീനിയേജ് ഉണ്ട്, പ്രീസ്റ്റ്ഹുഡ് ലീനിയേജ്. 24 ഡിവിഷൻസ് ഉണ്ട്. ഓരോ ഡിവിഷനിലും ഏതാണ്ട് 700-ൽ പരം പുരോഹിതന്മാരുണ്ട്. അതിൽ ഒരാൾക്ക് നറുക്ക് വീണിട്ടാണ് 2 ആഴ്ചക്കാലം ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ അധികം പ്രായം ചെന്ന ഈ സക്കറിയ പുരോഹിതൻ ഇങ്ങനെ പോവുകയാണ് യെരുശലേമിലേക്ക്. എന്തിനാണ്? ഈ പ്രാവശ്യം അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ലീനിയേജിലാണ്, ആ കൂറിലാണ് ഇപ്പോൾ നറുക്ക് വീഴാൻ പോകുന്നത്. അത് എനിക്ക് വീഴുമോ എന്നറിയാൻ പ്രായം ചെന്നതായ ഈ സക്കറിയ പുരോഹിതൻ ഇതാ വടിയിൽ ഇങ്ങനെ ഊന്നിക്കൊണ്ടിങ്ങനെ മുൻപോട്ട് പോകുന്നു എന്ന് ഞാൻ ചിന്തിക്കുക. എന്നാ കൊച്ചമ്മയെങ്കിലും പറയണ്ടേ, 700 പേരുണ്ട് ഈ ഒരാൾ തിരഞ്ഞെടുക്കാനായിട്ട്. ആരെങ്കിലും പോയിക്കോളൂ, ഈ വയസ്സ് ചെയ്യുന്ന നിങ്ങളൊന്ന് റിട്ടയർ ചെയ്ത് ഇവിടെ ഇരുന്നാൽ പോരെ, എന്തിനാ ഇപ്പൊ പോകുന്നത്?
എനിക്ക് തോന്നുന്നു സെക്കരിയ പുരോഹിതൻ ഇങ്ങനെ മറുപടി പറഞ്ഞു കാണും, എന്നെ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടും വരെയും തമ്പുരാനെ എൻ്റെ മേലൊരു നിയോഗമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുക. ഈ പ്രാവശ്യം എനിക്കൊന്ന് നറുക്ക് വീഴുമെങ്കിൽ നറുക്ക് വീഴട്ടെ. ഈ അതിവിശുദ്ധ സ്ഥലത്ത് എൻ്റെ യഹോവയെ ശുശ്രൂഷിപ്പാൻ എനിക്കൊരു വാഞ്ചയുണ്ട്, കൊതിയുണ്ട്. കാലം കഴിഞ്ഞിട്ടും വയസ്സ് ചെന്നിട്ടും ശരീരം ക്ഷീണിച്ചിട്ടും ആത്മാവിൽ ബലത്തോടെ തനിക്ക് നിയോഗമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞവനെ അതിവിശുദ്ധ സ്ഥലത്ത് സന്ദർശിച്ചൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ മുൻപോട്ട് പോകട്ടെ. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് ബൈ ഗ്രേസ്? ഞാൻ പറഞ്ഞു, എ ഹോളി ലൈഫ് ഈസ് പോസിബിൾ ഇൻ എ കറപ്റ്റ് വേൾഡ്. എ മിനിസ്ട്രി ക്യാൻ ബി ഫുൾഫിൽഡ് ഇൻ എവറി കോണ്ടെക്സ്റ്റ് ഓഫ് ലൈഫ്. മൂന്നാമത്, എ ഫെയ്ത്ത് ലൈഫ് ക്യാൻ ബി ഡെമോൺസ്ട്രേറ്റഡ് even if its fulfillment takes many years. കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദത്തം ചെയ്തവൻ അത് നിറവേറ്റും. ഒരു വിശ്വാസ ജീവിതം സാധ്യമാണ് പ്രിയരെ. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തുന്ന അധ്യായമാണ്. അവിടെ എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. By faith Noah, when he warned about the things that are unseen, in holy fear he built an ark to save his family. ഒരു കാര്യം, ഭൂമിയെ ന്യായം വിധിക്കുമെന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ നോഹയുടെ പ്രായം എത്രയെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഏകദേശം 500 വയസ്സ് കാണുമായിരിക്കാം. എന്നാൽ ഈ ജലപ്രളയം വന്നപ്പോൾ ഏതാണ്ട് 600 വയസ്സ് പ്രായമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ 100 വർഷക്കാലം ഈ വിശ്വാസത്തോടുകൂടെ ദൈവം അരുളി ചെയ്തതിനെ കാത്തിരിക്കുന്നതായൊരു നോഹ. 1 വർഷമല്ല, 10 വർഷമല്ല, 20 വർഷമല്ല, 100 വർഷം കാത്തിരിക്കുക. പക്ഷേ വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്. ദൈവകൃപ എന്താണെന്ന് ചോദിച്ചാൽ ഒരു വിശ്വാസ ജീവിതം സാധ്യമാണ് എന്ന് തെളിയിക്കുന്നതായ ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ ആരംഭിക്കുന്ന ഒരു സ്വർഗമുണ്ട്. എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുമ്പോഴും 4-ാം യാമത്തിൽ നിന്റെ ജീവിതമാകുന്ന പടകിൽ അടുത്തു വന്ന് നിന്റെ കൊടുങ്കാറ്റിനെ ശാസിച്ച് ശാന്തതയുള്ള തീരത്ത് നിന്നെ കൊണ്ട് എത്തിക്കുന്നൊരു ദൈവകൃപയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ ആ പുരോഹിത ദമ്പതിമാര്, സക്കരിയ പുരോഹിതനും എലിസബത്തും. സക്കരിയ പുരോഹിതന് നറുക്ക് വീണു, നമുക്കറിയാവുന്ന ചരിത്ര സംഭവമാണല്ലോ. ഇതാ ആ നറുക്ക് വീണ പ്രകാരം ശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, സക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി. ഇത് കേട്ടപ്പോൾ സക്കരിയ പുരോഹിതൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഏതു പ്രാർത്ഥനയാ? അപ്പോൾ ആ പ്രാർത്ഥന വാസ്തവത്തിൽ സക്കരിയ പുരോഹിതൻ മറന്നുപോയി. അതുകൊണ്ടാണ് രണ്ടാമത് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അപ്പോൾ സക്കരിയ പുരോഹിതൻ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് 2-3 വർഷം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തപ്പോൾ ആരംഭിച്ച പ്രാർത്ഥനയാ. ഒരു 5 വർഷം അപ്പോൾ പ്രാർത്ഥിച്ചു, ഒരു 10 വർഷം പ്രാർത്ഥിച്ചു കാണും, ഒരു 15 വർഷം കൂടെ പ്രാർത്ഥിച്ചു കാണും, 20 വർഷം അങ്ങേറ്റം പോയാൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സക്കരിയ പുരോഹിതനും എലിസബത്തും പറഞ്ഞു കാണും, ഇനി നമുക്കങ്ങ് പ്രാർത്ഥന നിർത്താം, കാരണം ഇനി പ്രാർത്ഥിച്ചാലും സാധ്യതയില്ല മറുപടിക്ക്. ചിലപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് 20-25 വർഷം കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥന അവർ നിർത്തി കാണുമെന്ന് ഞാൻ വിചാരിക്കുക. പക്ഷേ സക്കരിയാവിനോട് സ്വർഗം ഇങ്ങനെ പറഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്, സക്കരിയാവേ, നീ മറന്നുപോയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ അതൊന്ന് ഉറപ്പിച്ചോളണം കേട്ടോ. നീ മറന്നുപോയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഇനി ഇത് നടക്കത്തില്ല, എൻ്റെ ഈ ആഗ്രഹം നടക്കത്തില്ല, എൻ്റെ ഈ താല്പര്യം ഇനി നടക്കത്തില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടെ നിരാശയോടുകൂടെ ജീവിതത്തിൽ എല്ലാം കൈവിട്ടുപോയി എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഇതിന് നടുവിലുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ വിശ്വാസത്തെയും മാനിക്കുന്നൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. അത് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കും. അതൊരു അടയാളമായി, ദൈവകൃപയുടെ തെളിവായി
നിന്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കും. 26 വർഷങ്ങൾക്ക് മുൻപ് ഒരു കോളേജിൽ അധ്യാപകനായിരുന്ന എനിക്ക് അന്നു മുതലേ കർത്താവിൻ്റെ വേലയിൽ എവിടെയെങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെയും സാക്ഷ്യം പറയും, പ്രസംഗിക്കും. എന്നാൽ 26 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം വളരെ ഹൃദ്യമായി സംസാരിച്ചു, നിനക്കൊരു നിയോഗമുണ്ട്, ആ നിയോഗ വഴിയിലേക്ക് നീ നിന്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കണം. ഒന്നും ചിന്തിച്ചില്ല, വേഗം റിസൈൻ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു. പിതാവിൻ്റെ അടുക്കൽ വന്നു. ഞാൻ എൻ്റെ ഈ ആഗ്രഹം എൻ്റെ ഡാഡിയോമായിട്ട് പങ്കുവെച്ചു. ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു റിസൈൻ മൈ ജോബ്. എന്താണ് ഉപദേശം എനിക്ക് തരാനായിട്ടുള്ളത്, എന്താണ് അഭിപ്രായം? എൻ്റെ പിതാവ് എന്നെ നോക്കി കെട്ടിപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, മോനെ, നീ എറണാകുളത്തെ കലക്ടറായി വരുന്നതിനേക്കാൾ എൻ്റെ അപ്പൻ്റെ പുസ്തകമായി എഴുന്നേറ്റ് നിന്നാൽ ഞാനതിൽ സന്തോഷിക്കും. പ്രൈസ് ദി ലോർഡ്. ആ അപ്പനെയും കൂട്ടിയ ഈ സാക്ഷിയൊക്കെ പറയുന്നത് ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, തെളിവിനും കൂടെ ആളെ കൊണ്ടുവന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ ജോലി രാജിവെച്ചു, ബൈബിൾ പഠിക്കുവാനായിട്ട് പോയി, സെമിനാരിയിൽ ജോയിൻ ചെയ്തു. ഈ സെമിനാരിയിൽ അറിയാമല്ലോ ചാപ്പലുണ്ട്. എന്നാൽ ഞങ്ങളുടെ സെമിനാരിയിൽ എല്ലാ ദിവസവും ചാപ്പൽ ഉണ്ടെങ്കിലും വെനസ്ഡേയ്സ് ഒരു സ്പെഷ്യൽ ചാപ്പലാണ്. എന്ന് പറഞ്ഞാൽ അന്ന് ഈ വെളിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കും പ്രസംഗിക്കാനായിട്ട്. വി ഓൾവേസ് ഇൻവൈറ്റ് ഗസ്റ്റ് സ്പീക്കേഴ്സ് ടു സ്പീക്ക് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഡേ, ദാറ്റ് ഈസ് ഓൺ വെനസ്ഡേയ്സ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരു പ്രസംഗിക്കാനായിട്ട് ഒരു മനുഷ്യൻ വന്നു. പക്ഷെ അദ്ദേഹം ഇതുപോലൊരു ദൈവ നിയോഗം അനുസരിച്ച് അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നില്ല, പകരം നിങ്ങളെ കൊണ്ടൊരു കാര്യം ചെയ്യിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിക്കുക. അദ്ദേഹം പറഞ്ഞു, ടേക്ക് എ പീസ് ഓഫ് പേപ്പർ ആൻഡ് റൈറ്റ് ഡൗൺ ദ നെയിം ഓഫ് ദ പ്ലേസ് ദാറ്റ് where you want to serve the Lord after completing your course here. അദ്ദേഹം പറഞ്ഞത് വിദ്യാർത്ഥികളോടായിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളെല്ലാവരും ഓരോ കടലാസ് കഷ്ണം എടുക്കണം. എടുത്തതിന് ശേഷം ഈ പഠനം, സെമിനാരി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം എവിടെയാണോ കർത്താവിനെ ശുശ്രൂഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സ്ഥലം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പേരെഴുതി നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ, ഞാൻ പറഞ്ഞൊരു 10-26 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇപ്പോൾ ചെറുപ്പമാണ്, ജോലി രാജിവെച്ചു, ഒരു ഓവർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക, കർത്താവിനെ ശുശ്രൂഷിക്കാനുണ്ട്, വലിയൊരു പാഷനായിട്ട് ഇങ്ങനെ വന്നിരിക്കുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു ചിന്ത വന്നു, കർത്താവേ, ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതിയാൽ ആ സ്ഥലത്ത് മാത്രമേ കർത്താവ് എന്നെ വിടത്തുള്ളൂ. അപ്പം അതൊരു കുഴപ്പം പിടിച്ചൊരു പരിപാടിയാണല്ലോ, ഒരു സ്ഥലത്തിൻ്റെ പേരെഴുതുന്നത്. ഇതിൻ്റെ പിൻപിലെ ദൈവശാസ്ത്രമൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. ഞാൻ ഇടത് കൈ ഇങ്ങനെ വെച്ച് വലത് കൈ കൊണ്ട് എഴുതി, കാരണം ഞാൻ എഴുതാൻ പോകുന്ന ആരും കാണണ്ട. വലത് കൈ കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി, കർത്താവെ, ലോകം മുഴുവനും നിന്നെ പ്രസംഗിക്കണം. എന്നിട്ട് ഈ ഐ വോണ്ട് ടു പ്രീച്ച് ദ വേർഡ് ടു ദ ഹോൾ വേൾഡ്. എന്നിട്ട് വേൾഡ് ഈ ലോകം എന്ന് എഴുതിയതിൻ്റെ ചുറ്റും പേന കൊണ്ടൊരു വട്ടവും കൂടെ വരച്ചു, ഈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് കാണാൻ വേണ്ടി. എന്നിട്ട് കൂട്ടത്തിലൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു, കർത്താവെ, ചോദിക്കുന്നത് അവിവേകമാണ്, ക്ഷമിക്കണം. പക്ഷേ കഴിഞ്ഞ വർഷം ദൈവം ആദ്യമായി എനിക്ക് റുവാണ്ടയിൽ ഒരു കോൺഫറൻസിന് എന്നെ വിളിച്ചു, ആഫ്രിക്കക്കാരുടെ ഇടയിൽ മിനിസ്ട്രി ചെയ്യാനായിട്ട്. റുവാണ്ടയിലും സാംബിയയിലും സിംബാബ്വേയിലും അതുപോലെ തന്നെ എത്യോപ്യയിലും. ആദ്യമായി കഴിഞ്ഞ ഡിസംബറിൽ ആദ്യമായി ഞാൻ എത്യോപ്യയിൽ വന്നിറങ്ങിയപ്പോൾ സ്വർഗം ആ പഴയ എഴുതിയതിനെ ഒന്നും കൂടെ ഒന്ന് ഉറപ്പിച്ച് എനിക്ക് വെളിവാക്കി തന്നു. കാരണം എത്യോപ്യയിൽ വന്നിറങ്ങിയപ്പോൾ അത് കർത്താവിന് വേണ്ടി ഞാൻ സന്ദർശിക്കുന്ന, പ്രസംഗിക്കുന്ന 70ാമത്തെ രാജ്യമായിരുന്നു. ഇവിടെ വന്ന് ക്ലാനായ സമൂഹത്തോട് ഞാൻ ഇത്രയും രാജ്യത്ത് പോയെന്ന് വീമ്പിളക്കാനല്ല, മറിച്ച് കാലം കഴിഞ്ഞാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണെന്നും നിന്റെ വിശ്വാസത്തെ മാനിക്കുന്നൊരു സ്വർഗമുണ്ടെന്ന് വെളിപ്പെടുത്താനായിട്ടാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങളെയും താല്പര്യങ്ങളെയും നിറവേറ്റുന്ന, കാലം കഴിഞ്ഞാലും നീ മറന്നുപോയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു സ്വർഗം ഉണ്ട്. ഒരു കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഈ വിശ്വാസ ജീവിതം നയിപ്പാൻ നിന്നെ ശക്തീകരിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവകൃപ. കാലം കഴിഞ്ഞെന്ന് വന്നേക്കാം, but a faith life can be demonstrated even if its fulfillment takes many years. കാലം എത്ര കഴിഞ്ഞാലും
വിശ്വാസ ജീവിതം സാധ്യമെന്ന് വെളിപ്പെടുത്തുന്ന ജീവിതമാണ് നോഹയുടെ ജീവിതം. ഈ നമ്മൾ വളരെ എളുപ്പത്തിൽ നോഹയുടെ ജീവിതത്തെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അവിടെ നമ്മൾ വായിച്ചു, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ദൈവം നോഹയോട് അരുളി ചെയ്തു, നോഹേ, ഈ ഭൂമി അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഭൂമിയുടെ മേലൊരു ന്യായവിധി കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഞാൻ 40 രാവും 40 പകലും ഈ ഭൂമിയുടെ മേൽ മഴ പെയ്യിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ നോഹയോട് ദൈവം അരുളി ചെയ്ത് നോഹ എനിക്ക് തോന്നുന്നത് നോഹയുടെ ഭാര്യയുമായിട്ട് പങ്കുവെച്ച് കാണുമായിരിക്കും. കാരണം ഈ അന്നു മുതൽ ഈ ആർക്കുണ്ടാക്കാൻ, ഈ കപ്പലുണ്ടാക്കാൻ, ഈ പെട്ടകം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങിയപ്പോൾ ചോദിച്ചു കാണും നാച്ചുറലായി, സ്വാഭാവികമായി, എന്തിനാ നിങ്ങൾ ഇതുണ്ടാക്കുന്നത്? ദൈവം എന്നോട് അരുളി ചെയ്തു. എന്താണ് അരുളി ചെയ്തത്? 40 രാവും 40 പകലും മഴ വരും. ഉടനെ നോഹയുടെ ഭാര്യ ചോദിച്ചു, എന്താ ഈ മഴ? കാരണം അതുവരെ മഴ ഉണ്ടായിട്ടില്ല. ഭൂമിയെ മഞ്ഞുകൊണ്ട് പുഷ്ടിപ്പെടുത്തിയ ദൈവം അതുവരെ മഴ പെയ്യിച്ചിട്ടില്ല. അപ്പോൾ വാട്ട് ഈസ് റെയിൻ? അപ്പൊ നോഹ പറഞ്ഞു, എനിക്കും അറിയത്തില്ല, പക്ഷെ അങ്ങനെയാ പറഞ്ഞത്, അതുകൊണ്ട് എന്ത് സംഭവിക്കും? അപ്പോൾ നോഹ പറഞ്ഞു, ദൈവം പറഞ്ഞു, അങ്ങനെ 40 രാവും 40 പകലും മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു ഫ്ലഡ് ഉണ്ടാകും, ജലപ്രളയം ഉണ്ടാകും. ഉടനെ നോഹയുടെ ഭാര്യ ചോദിച്ചാണ്, എന്താ ഈ ജലപ്രളയം? വാട്ട് ഈസ് ഫ്ലഡ്? നോഹ പറഞ്ഞു, അതെ, എനിക്കും അറിയത്തില്ല, പക്ഷേ അതിൽ നിന്ന് ഭൂമിയെ രക്ഷിപ്പാൻ എന്നോടും എൻ്റെ കുടുംബത്തോടും ഒരു നിയമം ചെയ്ത ദൈവം പറഞ്ഞു, എന്നോടും എൻ്റെ കുടുംബത്തോടും കൃപ തോന്നിയത് കൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരു പെട്ടകമുണ്ടാക്കണം. അതിന് ചില കണക്കൊക്കെ തന്നിട്ടുണ്ട്. ഉടനെ ഭാര്യ ചോദിച്ചു, എന്താണ് ഈ പെട്ടകം? നോഹ പറഞ്ഞു, എനിക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇതിൻ്റെ പേരാ ദൈവകൃപ, ഇതിൻ്റെ പേരാ വിശ്വാസ ജീവിതം. പൗലോസ് അതിനെ വളരെ വ്യക്തമാക്കി, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ. നോട്ട് ബൈ സൈറ്റ് ബട്ട് ബൈ ഫെയ്ത്ത്. ഇന്ന് നമ്മൾ കാണുന്നതിനെ നോക്കിപ്പോയി അവസാനിച്ചില്ലേ പ്രിയരെ? ചുറ്റുപാടുകളെ നോക്കി, ബാങ്ക് ബാലൻസ് നോക്കി, ജീവിത സാഹചര്യങ്ങൾ നോക്കി, കുഞ്ഞുങ്ങളെ നോക്കി, എന്നെ ആർക്കും തൊടുവാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ജീവിതത്തിൽ അപകടത്തിൽ താണുപോയിട്ടും മനസ്സിലായില്ലേ, ഈ ജീവിതം കാഴ്ചയാലല്ല വിശ്വാസത്താലാ. നിന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, മറന്നു പോകരുത്. നിന്റെ മേലൊരു നിയോഗമുണ്ട്, നിനക്കൊരു ജീവിത ചര്യയുണ്ട്, ജീവിത ശൈലിയുണ്ട്. ഇത് മറന്നു പോകരുത്. കം ബാക്ക് ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിലേക്ക് ഞാനും നിങ്ങൾ ഒന്ന് മടങ്ങി വരണം. എന്താണ് വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് ബൈ ഗ്രേസ്? A holy life is possible in a corrupt world. അശുദ്ധിയുള്ള ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമാണെന്ന് തെളിയിക്കുന്നതാണ് ദൈവകൃപ. A ministry can be fulfilled in every context of life. ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും ദൈവവൈതലേ നിനക്കൊരു നിയോഗമുണ്ട്, ഒരു ശുശ്രൂഷയുണ്ട്. അതിനുവേണ്ടി നിന്നെ ബലപ്പെടുത്തുന്ന ദൈവിക ശക്തിയുടെ പേരാ ദൈവകൃപ. മൂന്നാമത്, a faith life can be demonstrated even if its fulfillment takes many years. ഒരു വിശ്വാസ ജീവിതം കാലം എത്ര കഴിഞ്ഞാലും വിശ്വാസ ജീവിതം സാധ്യമാണ്. അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുന്ന, കാണുന്നതല്ല ജീവിതം, കാണാത്തത് അത്രേ ജീവിതം എന്ന് തെളിവാക്കുന്ന, അതിനായി നിന്നെ ഒരുക്കുന്ന ദൈവിക ശക്തിയുടെ പേരാ ദൈവകൃപ. നാലാമത്, a mission can be accomplished even if it is never done before. ആരും ചെയ്തിട്ടില്ലാത്തതാണെങ്കിലും ഒരു ദൗത്യം പൂർത്തീകരിക്കുവാൻ നിന്നെ ശക്തീകരിക്കുന്ന, പ്രാപ്തനാക്കുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. A mission can be accomplished even if it is never done before. അതുകൊണ്ടല്ലേ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ യുഗങ്ങൾക്ക് മുൻപേ അനാദിയിൽ, നിത്യതയിൽ ദൈവം പ്ലാൻ ചെയ്തതായ മനുഷ്യരാശിയെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വലിയ പദ്ധതി, രക്ഷയുടെ പദ്ധതി, അത് വെളിപ്പെടുത്തുവാൻ സമയമായപ്പോൾ വിശുദ്ധ മറിയയുടെ മുൻപിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ്,
എന്തായിരുന്നു ആ ഗ്രീറ്റിംഗ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവിന്റെ കൃപ നിന്നോട് കൂടെയുണ്ട്. ഇതെന്തൊരു വന്ദനം എന്നാണ് വിശുദ്ധ മറിയ ചിന്തിച്ചത്. വാട്ട് ഗ്രീറ്റിംഗ് ഇസ് ദിസ്? കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. God's grace is upon your life. കാരണം നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങൾ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. പ്രൈസ് ദ ലോർഡ്. ആരും ചെയ്തിട്ടില്ല ഒരു വലിയ ദൗത്യം. ഇതുവരെയും ലോകം കണ്ടിട്ടില്ലാത്ത, സാക്ഷിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു പ്രത്യേകമായ ദൗത്യത്തിന് വേണ്ടി, ഒരു പ്രത്യേക മിഷന് വേണ്ടി വിശുദ്ധ മറിയ നിന്നെ ദൈവം ഒരുക്കുന്നു എന്നുള്ള പ്രഖ്യാപനം വന്നപ്പോൾ ആ പ്രഖ്യാപനം ഇങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെട്ടത്: കൃപ ലഭിച്ചവളെ. എന്താണ് ഈ കൃപ? What does it mean to live by grace? A mission can be accomplished even if it is never done before. നമ്മളൊക്കെയും സാധാരണക്കാർ പ്രിയരെ. എന്നാൽ ഒരു അസാധാരണമായ ഒരു ദൗത്യം ആരും ചെയ്തിട്ടില്ല. മോശയെ വിളിച്ചപ്പോൾ മോശയോട് ഇങ്ങനെ പറഞ്ഞു. മോശയുടെ ആ അടക്കത്തെക്കുറിച്ച്, ദൈവം തന്നെ അവനെ അടക്കി എന്ന് പറഞ്ഞ് ആ മോശയുടെ മരണത്തെക്കുറിച്ച് പറയപ്പെടുന്നതായ ഡ്യൂട്ടറോണമി ചാപ്റ്റർ 34 അവസാന അധ്യായമായ 34 അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു: മോശ ചെയ്ത അത്ഭുത പ്രവൃത്തികളെ വെച്ച് നോക്കിയാൽ ദൈവത്തെ മുഖാമുഖമായി കണ്ട മോശയെ പോലെ മറ്റൊരു പ്രവാചകൻ ഇസ്രായേലിൽ പിന്നെ ഉണ്ടായിട്ടില്ല. Moses, you are unique because no one has accomplished such a mission that you have performed. നീ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തതായ ശുശ്രൂഷയെ പോലെ മറ്റാരും ചെയ്തിട്ടില്ല. അത് മോശയെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിൻ്റെ സ്വന്തം സാദൃശ്യത്തിൽ നമ്മെ സൃഷ്ടിക്കുകയും അവൻ്റെ പുത്രൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുക്കുകയും ചെയ്ത ദൈവ പൈതലെ, ആരും ചെയ്തിട്ടില്ലാത്ത ചില ദൗത്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊക്കെ സാധാരണക്കാരാ. എന്നാൽ അസാധാരണമായൊരു ശുശ്രൂഷ നിറവേറ്റുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. ഞാൻ അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. What does it mean to live by grace? A holy life is possible in a corrupt world. A ministry can be fulfilled in every context of life. A faith life can be demonstrated even if its fulfillment takes many years. A mission can be accomplished even if it is never done before. അതുകൊണ്ടാണല്ലോ പൗലോസിനോട് അവനെ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ഒരു വെളിപ്പാട് നൽകി ദൈവം അവനെ വിളിച്ചപ്പോൾ അവൻ അന്ധനായി തീർന്നു. അവന്റെ അടുക്കലേക്ക് അനന്യാസ് എന്ന് പറയുന്ന മനുഷ്യനെ വിട്ടപ്പോൾ അനന്യാസ് പറഞ്ഞു: കർത്താവേ, നിനക്ക് തെറ്റുപറ്റിയോ? നിന്റെ സഭയ്ക്കെതിരെ ഉപദ്രവിക്കുവാനായിട്ട് വാറണ്ടുമായി നടക്കുന്ന ഈ മനുഷ്യനെ തന്നെ വേണമോ ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാൻ? കർത്താവിൻ്റെ മറുപടി: നീ അങ്ങനെയായിരിക്കും അവനെക്കുറിച്ച് നോക്കിക്കാണുന്നത്, എന്നാൽ എനിക്കുമ്പോൾ അവൻ ആര്? അവൻ്റെ പുറമേയുള്ള അവൻ്റെ സാഹചര്യങ്ങളൊക്കെ നോക്കി നമ്മൾ തന്നെ ഒരു പേര് കൊടുക്കും, അവൻ ഇന്ന ആളാ, ഇതത്രേ അവനെ കൊണ്ട് സാധിക്കത്തുള്ളൂ. എന്നാൽ ലോകം ഒരു മനുഷ്യനെ നോക്കി അവൻ്റെ കുറവുകളെ, അവൻ്റെ ബലഹീനതയെ കാണുമ്പോൾ തമ്പുരാൻ അവനെ നോക്കി പറയുകയാൽ, നിങ്ങൾ അവനെ നോക്കി അവൻ ആരെന്നോ കാണുന്നു, എന്നാൽ ഞാൻ അവനെ നോക്കി അവനെ ആരാക്കാമെന്ന് കാണുകയാ. അവൻ ജാതികളുടെ മുൻപിലും രാജാക്കന്മാരുടെ മുമ്പിലും ഇസ്രായേൽ മക്കളുടെ മുൻപിലും എൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിന് വേണ്ടി ഞാൻ തെരഞ്ഞെടുത്ത പാത്രമാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ദൈവജനമേ, ലോകം എന്തെല്ലാം പേര് വിളിച്ചാട്ടെ, നീ ഒരു മണ്ടനാണെന്ന് വിളിച്ചാട്ടെ, നിന്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് വിളിച്ചാട്ടെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ വന്നിരിക്കുന്ന ഒരു വിശുദ്ധയാണെന്ന് പറഞ്ഞാട്ടെ, എന്തെല്ലാം കർത്താവിന് വേണ്ടി നഷ്ടപ്പെട്ടാലും സ്വർഗം നിന്നെ കാണുമ്പോൾ നിന്നെ ആരെന്നല്ല കാണുന്നത്, നിന്നെ ആരാക്കാമെന്ന് കാണുന്നൊരു ദൈവമുണ്ട്. ഈ രാത്രി ദൈവത്തിന്റെ ആത്മാ പറഞ്ഞു, ഞാൻ നിന്നെ വാലല്ല തലയാക്കി മാറ്റും. ദേശത്തിന്റെ നടുവിൽ നിന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റാൻ പോകുക. ദേശത്തിന്റെ നടുവിൽ നിന്നെ നിന്ദിക്കാനല്ല, നിന്നെ മാനിക്കാനായിട്ട് പോകുക. അനേകരുടെ മുൻപിൽ
ഈ ദൈവകൃപയെ വെളിപ്പെടുത്തുന്ന ഒരു മാനപാത്രമായി തമ്പുരാൻ നിന്നെ ഉയർത്താൻ പോകുക. ഇതിന്റെ പേരാണ്, അതിനായി നിന്നെ ശക്തീകരിക്കുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. That is called grace of God. അതുകൊണ്ടല്ലേ പൗലോസിനോട് പിന്നീട് പറഞ്ഞു, പൗലോസേ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. അവസാനമായി, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് ബൈ ഗ്രേസ്? അത് നോഹയുടെ ജീവിതം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. എ വർഷിപ്പ് ക്യാൻ ബി ഓഫേർഡ് ഈവൻ ഇഫ് ദർ ഇസ് നോ ചർച്ച് ഓർ എ ക്രൗഡ്. വലിയ ആൾക്കൂട്ടമോ വലിയ പള്ളികളോ ഇല്ലെങ്കിലും നോഹയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ആരാധന സാധ്യമാണ്. ഞാനിത് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. There is a place for corporate worship. നിന്നെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നിറവേറ്റേണ്ട ഉത്തരവാദിത്വം വിശ്വാസ സമൂഹമായി, ആരാധന സമൂഹമായി നിലകൊള്ളുന്ന ദൈവപൈതലെ നിനക്കുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണം, ആരാധനയെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുക്കുവാൻ ശ്രമിക്കരുത്. When you leave the sanctuary after a Sunday worship, it is not an end of a worship, but it is an extension of a worship. പള്ളിയിൽ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ ആരാധന തീർന്നു എന്ന് പറയരുത്. തുടർമാനമായി നിന്റെ ജീവിതത്തിലൂടെ ഈ ആരാധന ലോകത്തിന് വെളിപ്പെട്ടുകൊണ്ടിരിക്കാൻ പോകുക. ആർച്ച് ബിഷപ്പ് വില്യം ടെമ്പിൾ മനോഹരമായ ഒരു ഡെഫിനിഷൻ വർഷിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു: worship is the total submission of all our nature to God. എൻ്റെ മുഴുവൻ ആളത്വത്തെയും ദൈവസന്നിധിയിൽ സമന്വയിപ്പിക്കുന്നതിന്റെ പേരാണ് ആരാധന. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: it is the quickening of our conscience by his holiness, nourishment of mind by his truth, purifying of our imagination by his beauty, opening of our heart to his love, and surrender of our will to his purpose, and all these things added up in adoration is the greatest expression for which we are capable. It is in എല്ലാ ജീവിതത്തിന്റെ ഫാക്കൽറ്റിയും, it is the involvement of every faculty of our being in worship. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഫ്രാഗ്മെന്റ്സും, എല്ലാ ഫാക്കൽറ്റിയും, എൻ്റെ മനസ്സ്, എൻ്റെ ചിത്തം, എൻ്റെ ഇച്ഛാശക്തി, എൻ്റെ വികാരങ്ങൾ, എൻ്റെ വിചാരങ്ങൾ എന്ന് വേണ്ട ഈ മനുഷ്യ ശരീരത്തിൽ, ശരീരം, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഇത് മൂന്നും കൂടെ സമന്വയിപ്പിച്ച് ദൈവസന്നിധി സമർപ്പിക്കുന്നതിന്റെ പേരാണ് ആരാധന. എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് പോലും ദൈവസന്നിധി ഒരു ആരാധനയായിട്ട് മാറണം. അതുകൊണ്ടല്ലേ റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞു: നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. ഞാനൊരു കാര്യം പറയട്ടെ. ഉൽപ്പത്തി പുസ്തകത്തെ നമ്മൾ വായിക്കുമ്പോൾ എല്ലാ ഇടജാതിയിൽ നിന്നും മൃഗജാതിയിൽ നിന്നും ഈരണ്ടായി പെട്ടകത്തിൽ കയറ്റുവാനായിട്ട് നോഹയോട് ആവശ്യപ്പെടുകയാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ ദൈവം നോഹയോട് കൽപ്പിച്ച പ്രകാരം ഈരണ്ട് ആണുമായി നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. 7-ാം അധ്യായത്തിൽ 2-ാം വാക്യം: ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 7 ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2 ആകാശത്തിലെ പറവുകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ഭൂമിയിലൊക്കെയും സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് നീ ചേർത്തുകൊള്ളണം. സന്തതി ശേഷിച്ചിരിക്കേണ്ടതിന് ഒരു ബയോളജിക്കൽ ഗ്രോത്ത്. കർത്താവിത വീണ്ടും ഈ ഭൂമിയെ ന്യായം വിധിച്ച ശേഷം അതിനെ റിനോവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ പറയുകയാണ് ഈരണ്ടായി. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു കീപ് ദ ലീനിയേജ്, അല്ലെങ്കിൽ കീപ് ദ ലൈൻ ഓഫ് ഓൾ ദീസ് സ്പീഷീസ് ഓഫ് ആനിമൽസ് ആൻഡ് ബേർഡ്സ്. എന്നാൽ ശുദ്ധിയുള്ളതിൽ നിന്ന് 7 വേണം. എന്തിനാ ശുദ്ധിയുള്ളതിൽ നിന്ന് 7? 2 ബയോളജിക്കൽ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ബാക്കിയുള്ളത് എന്തിനാണ്? അറാറാത്ത് പർവ്വതത്തിൽ നോഹേ നിന്റെ പെട്ടകം വന്ന് അടുക്കുമ്പോൾ അതിൽ നിന്ന് നീ ഇറങ്ങി ആദ്യമായി നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത്, എനിക്ക് വേണ്ടി നീ ഒരു യാഗപീഠം തയ്യാറാക്കണം.
എനിക്കൊരു യാഗം കഴിക്കണം. ആ യാഗം കഴിക്കാൻ 2 എണ്ണം നീ മാറ്റി വെക്കണം ശുദ്ധിയുള്ളതിൽ നിന്ന്. എന്നാൽ ബാക്കിയുള്ള 5 എണ്ണം എനിക്ക് യാഗമായി സമർപ്പിക്കണം. ഈ രാത്രി ദൈവജനമേ, നോഹയോട് ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തെ നിനക്ക് ജീവിതത്തെ ഈ പെട്ടകം തയ്യാറാക്കുന്നത് തന്നെ നീ എൻ്റെ മുൻപിൽ ഒരു ആരാധനയായി തീരണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലിവ് ബൈ ഗ്രേസ്? എന്താണ് കൃപയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം? അശുദ്ധിയുള്ള ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം സാധ്യമെന്ന് തെളിയിക്കുന്നതാണ് ദൈവകൃപ. എല്ലാ ജീവിതത്തിന്റെ തുറകളിലും നിനക്കൊരു നിയോഗമുണ്ട്. ആ നിയോഗത്തിന് വേണ്ടി നിന്നെ ശക്തീകരിക്കുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. വിശ്വാസ ജീവിതം നയിപ്പാൻ കാലം എത്ര കഴിഞ്ഞാലും വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ എന്നെണ്ണിക്കൊണ്ട് വിശ്വാസ ജീവിതം നയിപ്പാൻ നിന്നെ ശക്തീകരിക്കുന്ന ശക്തിയുടെ പേരാണ് ദൈവകൃപ. 4-മതായി, ആരും ചെയ്തിട്ടില്ലാത്ത ദൗത്യം നിന്നിലൂടെ അക്കംപ്ലിഷ് ചെയ്യുവാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവിക ശക്തിയാണ് ദൈവകൃപ. അവസാനമായി, ആരുമില്ലെങ്കിലും നീ ഏകനായി തീർന്നാലും നിന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഒരു ആരാധനയായി യാഗമായി സമർപ്പിക്കുവാൻ നിന്നെ ബലപ്പെടുത്തുന്ന ദൈവിക ശക്തിയുടെ പേരാണ് ദൈവകൃപ. ആ ദൈവകൃപ കർത്താവേ എൻ്റെ മേൽ പകരണമേ, എന്നെ അതിനായി ശക്തീകരിക്കണമേ, എന്നെ അതിനായി ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.